എങ്ങനെ എളുപ്പത്തിൽ ഒരു യൂബർ ബുക്ക് ചെയ്യാം? നമ്മൾ ഈ വീഡിയോയിൽ അതേക്കുറിച്ചാണ് കാണാൻ പോകുന്നത്. ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂബർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. യൂബർ എന്നടിക്കുമ്പോൾ 2 ആപ്ലിക്കേഷൻ വരും. യൂബർ ഡ്രൈവർ, ഇനി വേറൊന്ന് യൂബർ. അപ്പോൾ യൂബർ ഡ്രൈവർ അത് ഡ്രൈവർമാർക്കുള്ളതാണ്. നമ്മൾ ബുക്ക് ചെയ്യാനുള്ളവർക്ക് യൂബർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ യൂബർ ആപ്ലിക്കേഷൻ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ സ്ഥിരം പോയി വരുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമും ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലവും ആഡ് ചെയ്യാം. ഇനി യൂബർ എങ്ങനെ ബുക്ക് ചെയ്യാമെന്നതിനെ കുറിച്ച് നോക്കാം. പല വിധങ്ങളിൽ യൂബർ ബുക്ക് ചെയ്യാം. ഇവിടെ ഗെറ്റ് എ റൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് യൂബർ ബുക്ക് ചെയ്യാൻ കഴിയും. അതിൽ തൊട്ടാൽ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. ഇതിൽ നമ്മളിപ്പോൾ എവിടെയാണ്, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ യൂബർ ബുക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റൊരു വിധമുണ്ട്. ഇവിടെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ അവിടെ സജഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓട്ടോ എന്ന് പറഞ്ഞ് ട്രിപ്പ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഏത് സെലക്ട് ചെയ്താലും യൂബർ ബുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓട്ടോയുടെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു പേജ് വന്നു. ഇതിൽ ഞാൻ നിൽക്കുന്ന സ്ഥലം തമ്പാനൂർ എന്നടിച്ചു. ഇനി പോവേണ്ടുന്ന സ്ഥലം ഞാൻ ശ്രീകാര്യം എന്നടിക്കുന്നു. അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് പോകും. ഇതിൽ നമുക്ക് ചൂസ് ഓട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ അത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കാറോ മറ്റോ ഓപ്ഷനുകളോ കാണുമെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിക്കുക. അങ്ങനെ ബാക്ക് അടിക്കുമ്പം വീണ്ടും ഇങ്ങനൊരു പേജിലേക്ക് പോകും. ഇതിൽ ഓട്ടോയുടെ റേറ്റും യൂബർ ഗോ, യൂബർ സെഡാൻ, യൂബർ എക്സൽ, അങ്ങനെ ഓരോരോ ടൈപ്പുകൾ വണ്ടികളുടെയും റേറ്റ് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഓട്ടോയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ ഓട്ടോ സെലക്ട് ചെയ്തിട്ട് അത് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ വണ്ടി ഏത് വണ്ടി വേണമെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ കാറോ എന്ത് ബുക്ക് ചെയ്താലും ഇത് ഒരേ രീതി തന്നെയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഓട്ടോയുടെ രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് ഈ ചൂസ് ഓട്ടോയുടെ മുകളിൽ. അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് വേണമെങ്കിൽ മുന്നമേ നടത്താം, അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അവിടെ ചെന്നതിന് ശേഷം കയ്യിൽ കൊടുക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ ഓപ്ഷനെ നിങ്ങൾ തൊടേണ്ടതില്ല. ബാക്ക് അടിച്ചിട്ട് നമ്മൾ മുമ്പ് കണ്ട ചൂസ് ഓട്ടോ, ഈ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമ്മൾ ചൂസ് ഓട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലവും നമുക്ക് പോകേണ്ട സ്ഥലവും നമ്മൾ കൊടുത്തിരിക്കുന്ന കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടി നമുക്ക് ഉറപ്പ് വരുത്താം. അതിനുശേഷം ഈ താഴെ കാണുന്ന കൺഫേം പിക്കപ്പ് അത് കൊടുക്കാം. കൺഫേം പിക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇവിടെ നമ്മുടെ ബുക്കിംഗ് കൺഫേം ആകുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ബുക്കിംഗ് ഇവിടെ കൺഫേം ആയി. അങ്ങനെ കൺഫേം ആകുമ്പോൾ വണ്ടിയുടെ നമ്പറും ഡ്രൈവറിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഒരു OTPയും കിട്ടും. ഇപ്പോൾ ഇവിടെ എനിക്ക് അതെല്ലാം കാണാം. ഇവിടെ ഒരു OTP ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ OTP നമ്മൾ ഡ്രൈവർ വരുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ OTP അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് നമ്മുടെ ആ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വരികയാണ്. അതായത് ഞാൻ ശ്രീകാര്യം ബുക്ക് ചെയ്തു, എന്നാൽ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കും കൂടി എനിക്ക് പോകേണ്ടി വരുന്നു. എങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഈ 3 ഡോട്ട് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഇതിൽ നമുക്കിവിടെ പ്ലസ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കാണാം. ആ പ്ലസ് സിമ്പിൾ നമ്മൾ തൊട്ടാൽ അവിടെ കണ്ടോ നമുക്ക് ആഡ് സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. ആ ആഡ് സ്റ്റോപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള സ്റ്റോപ്പുകളോ സ്ഥലങ്ങളോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ യൂബർ ബുക്ക് ചെയ്യാൻ. ഇത് വളരെ എളുപ്പമാണ്. ഇനി ഒരു പക്ഷേ ബുക്ക് ചെയ്തത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണം എങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ കണ്ട അതേ 3 ഡോട്ട് സ്റ്റോപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത അതേ 3 ഡോട്ട് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പണായി വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ കണ്ടത് വീണ്ടും കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ കണ്ടോ ക്യാൻസൽ ട്രിപ്പ്, ആ ക്യാൻസൽ ട്രിപ്പ് തൊടുക. അത് നമ്മൾ തൊടുമ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചോദിക്കും. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഇതിൽ ക്യാൻസൽ കൊടുക്കുക.
അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് അങ്ങനെ ക്യാൻസലായി കഴിയും. വീണ്ടും നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് യൂബർ ബുക്ക് ചെയ്തുകൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം.